ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഫ്രഷായ കുറച്ച് ഗ്രീൻ പീസ് കിട്ടിയപ്പോൾ അത് നല്ലൊരു അടിപൊളി കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും ഏതിനും കഴിക്കാവുന്ന അടിപൊളി ഒരു കറിയാണ്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുന്ന സമയം ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടു, പിന്നെ വീണ്ടും ഒന്നുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വഴന്നു വരുന്ന സമയം 2 സവാള ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. സവാള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. അപ്പം വളരെ ഗുണമുള്ളതുമാണ് ഗ്രീൻ പീസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുമ്പം നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. പച്ച ഗ്രീൻ പീസ് നമുക്ക് കിട്ടുവാണെങ്കിൽ കുതിർത്തെടുത്ത് ഉണങ്ങിയത് ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ പച്ച ഗ്രീൻ പീസ് നമുക്ക് കിട്ടുമ്പം. അപ്പം നിങ്ങളിങ്ങനെ കിട്ടുന്ന സമയം ഇതേപോലെ കറിയൊന്ന് ഉണ്ടാക്കി നോക്കുക. പഴുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഈ സമയം മസാലപ്പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മസാലകളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നിടം വരെ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗ്രീൻ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാമോളം ഉണ്ടാകും. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 ക്യാരറ്റ് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉരുളക്കിഴങ്ങും ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഗ്രീൻ പീസ് നമുക്ക് വേണമെങ്കിൽ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് ഞാൻ അല്ലാതാണ് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് വേണ്ടി വരും. ഫ്രഷായ കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മസാലപ്പൊടികളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ മതിയാവും. ഇനി തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ടി തേങ്ങാപ്പാലാണ്. ഞാൻ 1 മുറി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി കറി റെഡിയായി. അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ കമൻസുകൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് കൂടിയൊക്കെ ഈ വീഡിയോസ് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.